വൃത്തിയാക്കി അല്ലെങ്കിൽ കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ച് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ശ്വസിച്ചാൽ നല്ല സുഖമാവും. എന്താ രാവിലത്തെ ഗുണം അറിയോ? അന്തരീക്ഷത്തിൽ കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല, നല്ല ശുദ്ധമായി ഇറങ്ങുന്ന സമയമാണ്. അത് നമ്മൾ നല്ലോണം ശ്വസിച്ചെടുത്താൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിക്കും. അപ്പൊ ഈ കഫക്കെട്ടൊന്നും ഇതൊന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് കഫക്കെട്ട് അറിയുമ്പോഴാണ് ശ്വാസം മുട്ട്, ചുമ, ജലദോഷം ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരിക, കറ വൈകിയൊക്കെ വരിക. അപ്പൊ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആദ്യം തീർക്കണം, എന്നാലേ മറ്റുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു പണിയില്ലല്ലോ, ഒരു പ്രയാസമില്ല, ശരീരം കൊണ്ട് ഒന്നൊന്നും ചെയ്യാനില്ല. ഇനി ചെയറിന് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കസേരയിൽ ഇരുന്ന് ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? താഴത്തിരിക്കാൻ വേണ്ടിയിട്ട് താഴത്തിരിക്കാം. ഏറ്റവും നല്ലത് താഴത്തിരിക്കുകയാണ് നല്ലത്. പക്ഷെ മുട്ടുവേദനയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ കസേരയിൽ ഇരുന്നിട്ട് ചെയ്യാം. മുട്ടുവേദന ഇല്ലാത്തവരാരുണ്ടോ? എല്ലാവർക്കും മുട്ടിന്റെ വേദന ഉണ്ടല്ലേ? നമുക്കൊക്കെ പ്രായം കൂടി വരുന്നവരും നമ്മുടെ എല്ലുകൾക്കൊക്കെ എന്ത് വിലക്കുറവ് വരില്ലേ? വിലക്കുറവ് വരുമ്പോ എന്തില്ല, അവിടെ അളവ് ഉണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ നീര് കെട്ടുകയാണ്. നീര് കെട്ടുമ്പോ എന്തായി? വേദന വന്നാൽ പിന്നെ അനക്കാൻ പറ്റാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗവും ലോക്കായി അവിടെ കുടുങ്ങി കിടന്നു. അപ്പൊ രക്തം ഇങ്ങനെ സഞ്ചരിക്കേണ്ട ശരീരത്തിൽ കൂടെ അതില്ലാണ്ട് വരും. നമ്മൾ എന്ത് ചെയ്യണം? കണ്ണടച്ചിരിക്കുക, രാവിലെ ശ്വാസം എടുക്കുക. ഇതിന്റെ പേര് ശ്വസന നിരീക്ഷണം. എന്താ പറയാ? ശ്വസനത്തിനെ നിരീക്ഷിക്കുക. നമ്മുടെ ശ്വാസം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, വേറെ ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മുടെ ശ്വാസം നമ്മുടെ കയ്യിലല്ലേ, നമ്മൾ ഇങ്ങനെ എടുത്തു വിട്ടാൽ തലവേദനയ്ക്ക് നല്ല ആക്കണം. ചില തലവേദനയ്ക്ക് ഉണ്ടാവാറുണ്ടോ? അപ്പൊ നമ്മളിത് എന്നും ചെയ്തോളാം. അപ്പൊ ഗുളിക കൊടുക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നല്ലോണം തലവേദനയൊക്കെ വരുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് നോക്കുക, ഒരു 10-20 മിനിറ്റ് ഒക്കെ. അങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ പതുക്കെ മാറും. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രം മരുന്ന്